ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. അതായത് നമ്മൾ സ്റ്റോൺ ബോർഡ് യൂസ് ചെയ്തിട്ട് ചില ഡിസൈൻസിലൊക്കെ സ്റ്റോൺസ് എങ്ങനെ പേസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ ഞാൻ അനീഷ. എല്ലാവർക്കും അന്തരം ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റ് വന്നതായിരുന്നു. അതായത് എൻ്റെ വാട്സപ്പ് നമ്പറിലും എനിക്കിങ്ങനെ റിക്വസ്റ്റ് വന്നിരുന്നു, ഇതെന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ആക്ച്വലി ഞാനിതിനെപ്പറ്റി അറിയുന്നത് തന്നെ കേട്ടോ. ഞാൻ പിന്നീട് അതിനെപ്പറ്റി സെർച്ച് ചെയ്തിട്ട് ഇതെവിടെ നിന്നാണ് കിട്ടുക എന്നൊക്കെ അന്വേഷിച്ചിട്ട് ഞാനത് കണ്ടുപിടിക്കുകയും അങ്ങനെ ഞാനത് ഓർഡർ ചെയ്ത് വീട്ടിൽ വന്നിരിക്കുന്നതാണിത്. ഇത് സൺറൈസ് ഫാഷൻ എന്ന് പറയുന്ന ചാനലുണ്ട്, അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്, അതേമാതിരി ഒരു വെബ്സൈറ്റും ഉണ്ട്. അതിൽ നിന്ന് വാങ്ങിയിരിക്കുന്നതാണ്. നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഒരു ബോർഡ് നോക്കുക, ഇതേപോലെ ബ്രേക്ക് ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അത് കണ്ടപ്പോൾ എനിക്ക് ആകെ സങ്കടമായി. പക്ഷേ ബാക്കി ഐറ്റംസൊക്കെ നോക്കിയപ്പോൾ എല്ലാം നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ബോർഡാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഓരോ ബോർഡിനും സെപ്പറേറ്റ് റേറ്റാണ്. അവരത് വാട്സപ്പിൽ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ വാട്സപ്പിൽ അവർ ആ ഡീറ്റെയിൽസ് അയച്ചു തരും. ഓരോ ബോർഡിന് എന്ത് റേറ്റ് ആവും എന്നൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാനൊരു 100-ൻ്റെയും 130-ൻ്റെയാണ് വാങ്ങിയത്. ഈ ഒരു സിംഗിൾ മോട്ടീവിന് 100 റുപ്പീസ് എന്തോ ആയിരുന്നു ആയത്. ഇത് പ്ലൈവുഡിലാണ് അവർ ആ ഒരു ഇംപ്രഷൻ ഇങ്ങനെ പഞ്ച് ചെയ്തേക്കുന്ന മാതിരി വന്നിരിക്കുന്നത്. പിന്നീട് സ്റ്റോൺസിനും ഒരു പാക്കറ്റിന് പല റേറ്റിലായിരുന്നു വന്നിരിക്കുന്നത്. ഞാൻ വിചാരിച്ചതിലും ചെറിയ സ്റ്റോൺസ് ആണ് കേട്ടോ. ആക്ച്വലി എനിക്കത് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര വലിയ സ്റ്റോൺസൊക്കെ ആകുമ്പോൾ അത് ഭയങ്കര എടുത്ത് നിൽക്കുമല്ലോ ഈ ഒരു ഡിസൈനൊക്കെ ആകുമ്പോൾ. അപ്പോൾ ചെറിയ സ്റ്റോൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ ഒരു ബോഡി ബ്രേക്ക് ആയതാണ് എനിക്ക് ഭയങ്കര സങ്കടമായത്. ബോർഡേഴ്സൊക്കെ ഒന്ന് ചെയ്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കോൺടാക്റ്റ് ചെയ്തപ്പോൾ അവർ ഈ ഒരു സെയിം ബോർഡ് വേറൊരെണ്ണം അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിൻ്റെ അപ്ഡേറ്റ്സ്. ഇപ്പോൾ അത് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുകയാണ്. പിന്നീട് ഇത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഒരു സ്റ്റിക്കർ പേപ്പേഴ്സിൻ്റെയും കൂടി ആവശ്യമുണ്ട്. അത് ഈ ഒരു വിഡ്ത്തിലുള്ളത് 1 മീറ്ററിന് 30 റുപ്പീസായിരുന്നു ഞാൻ അവരുടെ അടുത്തുനിന്ന് വാങ്ങുമ്പോൾ. അപ്പോൾ ഇത് ഞാൻ 2 മീറ്റേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇതൊരു നോർമൽ നമ്മൾ സ്റ്റിക്കേഴ്സ് മാതിരി 2 ഡബിൾ ലെയറിൽ തന്നിരിക്കുന്നതാണ്. ഒരെണ്ണം നമുക്കത് വിടർത്തിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു വശത്തായിട്ട് കുറച്ച് സ്റ്റിക്കിയാണ്. അതായത് ഒരു ഇത് നോക്കുക, ഇതിൻ്റെ ഈ ഒരു വശം പ്ലാസ്റ്റിക് ഷീറ്റ് മാതിരിയുള്ളതിൻ്റെ ഒരു വശം നമുക്ക് ഗ്ലൂ ഉണ്ട്, സ്റ്റിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ഡിസൈനാണ് ചെയ്ത് കാണിക്കുന്നത്, കാരണം മറ്റേത് ഓൾറെഡി ബ്രേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോൺസ് ഞാനൊരു പാക്കറ്റ് വാങ്ങിയത് 600 റുപ്പീസിനാണ്. കുറേ ഉണ്ട് കേട്ടോ, നന്നായിട്ട് ആവശ്യത്തിന് തന്നെ ഉണ്ട്. ഏകദേശം ഒരു 1/2 കിലോയ്ക്ക് മേലെ എന്തായാലും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അളന്ന് നോക്കിയിട്ടൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് തന്നെ ആവശ്യത്തിനുണ്ടത്. ഇപ്പോൾ നോക്കുക, ഞാൻ ഈ ഒരു ഡിസൈനിൻ്റെ മുകളിലേക്ക് ഇത് കുറച്ചങ്ങോട്ട് എടുക്കുകയാണ്. ഇത് വന്നപ്പോൾ തന്നെ എനിക്കത് അത്രയ്ക്ക് ചെയ്ത് നോക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാനിത് രാത്രി തന്നെ ചെയ്യുകയാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നീട് ഇതിപ്പോൾ നമ്മൾ നോക്കുക, ഇതേമാതിരി ഒന്ന് അതിലെല്ലാത്തിലേക്ക് ആക്കി കൊടുക്കുക. ഇതാക്കാനായിട്ട് ഏറ്റവും നല്ലത് സ്പോഞ്ചോ അല്ലെങ്കിൽ കുട്ടികളുടെ നമ്മൾ മുഖത്ത് പൗഡറൊക്കെ ഇടുന്ന എന്തെങ്കിലും സ്പഞ്ച് മാതിരിയുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ആ ഐറ്റംസ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞാനത് കൈവച്ചിട്ടാണെങ്കിൽ നമ്മൾ ചെയ്താൽ മതി കേട്ടോ, കുറച്ചൊന്ന് ശ്രദ്ധിക്കണം എന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് തുണി റോൾ ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ചെയ്തതിന് ശേഷം നോക്കുക, ചില പോർഷൻസ് തിരിഞ്ഞാണ് ആ സ്റ്റോൺസ് കിടക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അത് അറിയാൻ സാധിക്കും. അപ്പോൾ ഒരു ടീസർ എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ഒന്ന് തൊടുമ്പോൾ തന്നെ അത് മറിഞ്ഞ് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. എളുപ്പം തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ സാധിക്കും. നോക്കുക, ഞാനൊന്നും കൂടി സൂം ചെയ്ത് കാണിക്കുകയാണ്. പക്ഷേ വെളിച്ചത്തിൻ്റെ ഒരു കുഴപ്പം കൊണ്ട് അത് ഇച്ചിരി ക്ലാരിറ്റി കുറവായിപ്പോയി. ഞാൻ എന്തായാലും വീഡിയോയിൽ ഇനിയിപ്പോൾ ഫുള്ളൊരു ഡ്രസ്സിൽ ചെയ്യുന്നതും ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ചെയ്തതിന് ശേഷം ഞാനൊന്ന് ടച്ച് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത് ടേൺ ആവുന്നില്ല. അതായത് അതിൻ്റെ നല്ല വശം അല്ലെങ്കിൽ മാത്രമാണ് അത് തൊടുമ്പോൾ തന്നെ ടേണായി നല്ല വശത്തിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ബാക്കി ഞാൻ ഈ ഒരു തുണിയിൽ തന്നെയാണ് ഞാൻ ആ ഡിസൈൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആ ബാക്കിയുള്ള സ്റ്റോൺസൊക്കെ അവിടെ നിന്ന് മാറ്റി
പിന്നീട് നോക്കുക, നമുക്ക് ഈ ഒരു സ്റ്റിക്കർ പേപ്പർ ഞാൻ പറഞ്ഞിരുന്നു, അത് ആവശ്യമുള്ളൊരു വീതിയിൽ ഞാൻ ചെറിയ പീസ് ഒരെണ്ണം കട്ട് ചെയ്തെടുത്തു. ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. കാരണം നമ്മൾ ഈ ഒരു ഡിസൈനെ ആ ഒരു പ്ലൈവുഡിൽ നിന്ന് നമ്മൾ ഈ ഒരു പേപ്പറിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മുൻപിൽ ഈ കാണുന്ന വശം ആക്ച്വൽ വശമാണ്, അതിൻ്റെ ബാക്ക് വശമാണ് ഗമ്മുള്ളത്. ഈ സ്റ്റോണിൽ തന്നെ ഗമ്മുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ എടുക്കണ വശത്തുകൂടി എടുത്തപ്പോൾ 1-2 സ്റ്റോൺസ് അങ്ങോട്ട് മാറി. അത് ഞാൻ മാറ്റിയിട്ട് 2 സ്റ്റോൺസ് വെച്ച് കൊടുത്ത് അതൊന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെയാണ്. ഞാനിത് സ്റ്റിക്ക് ചെയ്യാണ്. പക്ഷേ സ്റ്റിക്ക് ചെയ്തപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി. താഴത്തെ ബീഡ്സ് വന്നത് കുറച്ചൊന്ന് മലന്നു പോയിട്ടുണ്ട്. അതിനകത്ത് ഒട്ടിയിട്ട് ഞാൻ തിരിച്ച് പിടിച്ച് ചെയ്തു. അപ്പോൾ ഈ ഒട്ടിക്കുന്നത് നിങ്ങളൊന്ന് കുറച്ച് ഈവണായിട്ട് കറക്റ്റ് വെച്ചൊന്ന് ഒട്ടിക്കാൻ ശ്രമിക്കുക. പിന്നീട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനൊന്ന് അധികം പ്രസ് ചെയ്യാണ്ട് തന്നെ എന്താ പറയുക, ഞാനത് ഓപ്പൺ ചെയ്യാൻ നോക്കിയായിരുന്നു. നമ്മൾ ചെയ്ത് വരുമ്പോഴാണല്ലോ ഇതിൻ്റെ ഒരു കറക്റ്റ് ഇത് കിട്ടുക. അതിൻ്റെ എന്താ പറയുക, ഫോൾട്ട് എന്തൊക്കെയാണ് അതിൻ്റെ നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്നൊക്കെ അറിയാൻ പറ്റുക. ഇത് പിന്നെ ചെറിയൊരു ഇത് വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് 2-3 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് വന്നില്ല. അത് ഞാൻ ആദ്യം വെച്ചതിൻ്റെ ഒരു കുഴപ്പമായിരുന്നിരിക്കാം. പക്ഷെ 1-2 അങ്ങനെ ഒന്ന് മാറിപ്പോയി എന്നും പറഞ്ഞാൽ ഡിസൈനിന് അത്ര ഭംഗിക്കുറവൊന്നും വരുന്നില്ല. പിന്നീട് ഞാനത് ക്ലോത്തിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലോത്തുമായിട്ട് ചേർന്നിരിക്കുന്ന ഭാഗത്താണ് ആ സ്റ്റോണിൻ്റെ ഗമ്മുള്ളത്. ഇപ്പോൾ നോക്കുക, ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട് ക്ലോത്തിലേക്ക്. ഇതൊരു ഷീറ്റ് തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ആ പ്ലാസ്റ്റിക് ഷീറ്റിന് സ്റ്റിക്കർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട ഭാഗത്ത് സുഖമായിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും. ഇതിന് ശേഷം ഇനി നമ്മളിത് അയൺ ചെയ്യുകയാണ് വേണ്ടത്. അയൺ ചെയ്യുമ്പോൾ മിനിമം ഒരു 30 സെക്കൻഡ്സ് എങ്കിലും നമ്മൾ ആ സ്റ്റോണിൻ്റെ മുകളിൽ അയൺ ബോക്സ് ഇങ്ങനെ വെച്ചിരിക്കണം. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് എങ്കിലും ഒരു ഭാഗത്ത്, ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കാണിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് എങ്കിലും വെക്കണം. 1 മിനിറ്റ് അങ്ങനെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാലാണ് ഓരോ സ്റ്റോണിൻ്റെയും മുകളിൽ ഒരു 30 സെക്കൻഡ്സ് മിനിമം ചൂടേറ്റാലാണ് അതിൻ്റെ അടിയിലുള്ള ആ ഡിസൈൻ നമുക്ക് അതിലോട് സ്റ്റിക്കായിട്ട് കിട്ടുക. അതിനുശേഷം പതുക്കെ ഈ പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്കതങ്ങോട്ട് വിടർത്തിയെടുക്കാം. അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു 2 സ്ഥലത്ത് സ്റ്റിക്ക്, അത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം എനിക്കൊരു അബദ്ധം പറ്റിയതുകൊണ്ട് തന്നെ ആ സ്റ്റോൺ ഒന്ന് തിരിഞ്ഞു പോയി. അപ്പോൾ അത് പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഭാഗത്താണ് അതിൻ്റെ ഗം ഭാഗം വന്ന് ഒട്ടിപ്പോയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ തന്നെ ഞാൻ എന്നിട്ട് ബാക്കി ചിലയിടത്ത് നമുക്ക് ആദ്യം തന്നെ സ്റ്റോൺ വരാതിരുന്ന ഭാഗമുണ്ടല്ലോ, അതിന് മുന്നേ ഞാൻ ഈ ഇത് നോക്കിയപ്പോൾ ഇതിന് ഓൾറെഡി ഇനിയും ഗമ്മുണ്ട് കേട്ടോ, സ്റ്റിക്കിയാണ്. അതുകൊണ്ട് ഞാൻ ആ പഴയ പേപ്പറിൽ തന്നെ അതെടുത്ത് വെച്ചിട്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. ഒന്നും കൂടി റീയൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. അതിന് വേണ്ടി അതൊന്ന് മാറ്റി വെച്ചു. ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലും കൂടി അതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു 30 സെക്കൻഡ്സ് എങ്കിലും അയൺ ബോക്സ് വെച്ചിട്ടൊന്ന് കൊടുക്കണം കേട്ടോ. ബാക്കിലൊന്നും കൂടി ഒന്ന് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടത് സ്റ്റിക്കി ആകും. ഞാനത് അങ്ങനെ ചെയ്ത് കൊടുത്തു. ഞാനതിന് ശേഷം ഇത് ഇളകി വരുമെന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് സ്റ്റിക്കി ആയിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വലിയ ഇതായിട്ടൊന്നും ഇളകി വരുന്നൊന്നുമില്ല. നോർമലി നമ്മൾ ഒരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുന്ന പോലെ ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ഈ ഗ്യാപ്പ്, ചില സ്ഥലങ്ങളിൽ നമ്മൾ സ്റ്റോൺ വന്നില്ലല്ലോ, അവിടെയെല്ലാം ഓരോ സ്റ്റോണും കൂടി വെച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ആ ഒരു ചെറിയൊരു ഇത് മാത്രം അത് പെട്ടെന്ന് അറിയുന്ന ഭാഗത്ത് ഞാനങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഞാൻ ആ അയൺ ബോക്സ് അതിൻ്റെ മുകളിലോട്ട് ഒരു 30 സെക്കൻഡ്സ് കൂടി അങ്ങ് വെച്ച് കൊടുത്തു. കറക്റ്റ് 30 സെക്കൻഡ്സ് ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അത് കഴിഞ്ഞാൽ ഡിസൈൻ നോക്കുക, നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ. എനിക്ക് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ചതിലും ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റോണിൻ്റെ എഫക്റ്റ് കാണാൻ സാധിക്കാത്തത്. പക്ഷെ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഡിസൈൻ, ഈ ഒരു ബോർഡ് വെച്ച് ചെയ്തത്. ഇതിൻ്റെ ഈ ഒരു സ്റ്റോൺ വരാതിരുന്നത് അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയിരിക്കുകയാണ് കേട്ടോ. അതായത് അതിൻ്റെ ഹോള് കുറച്ച് ഡെപ്ത് കൂടിപ്പോയത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, അതിനകത്ത് ഉടക്കി പോയിരിക്കുകയാണ്. ഞാനത് എടുക്കാൻ ശ്രമിച്ചു നോക്കിയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ബാക്കി ഒട്ടാതിരുന്ന് വെച്ചതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് താഴോട്ട് ഇങ്ങനെ കാണിച്ചപ്പോൾ തന്നെ പോന്നിരുന്നു. ഇത് പക്ഷേ അതങ്ങനെ പോരുന്നില്ല. കൂടുതൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹോൾസും വലുതായാൽ പിന്നെ അത് പ്രശ്നമാവുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതങ്ങനെ വിട്ടു.
അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.